ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കാണുന്നവരെല്ലാവരും നമ്മളെ ചാനൽ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് ഉച്ചക്ക് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഓട്ടാടി പിന്നെ സോയാബീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഓട്ടാടിയൊക്കെ ഒന്നുകൊണ്ട് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ സോയാബീൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ ഡെമയിലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മാങ്ങ അറക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാങ്ങ അറക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ലൈവായി കണ്ടിട്ടു. പിന്നെ നമ്മതിരി ഷോർട്ട് വീഡിയോ ആക്കിക്കാണ്ട് മാങ്ങ അറുത്ത് കൊടുന്നത്, അങ്ങനെ അത് ഇങ്ങനെ എല്ലാം കൂടെ അറുത്ത് വെച്ചത്, അങ്ങനെ ഒരു വീഡിയോ ഇട്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഡെമയിലൊക്കെ ചെയ്യാൻ സമയം ഉണ്ടാവില്ല വിചാരിച്ചിക്കാണ്ട് ഉച്ച വരെ ആക്കുക പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പൂ ഇനി കറി ഉണ്ടാക്കാണ്ട് ഓട്ടോടപ്പൂ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഋതുമോനെ വന്നിട്ടുണ്ട്. ഓനക്ക് ചായക്ക് വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓന് പിന്നെ രാവിലെ തന്നെ ചായ കിട്ടണം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ടൈമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓനക്ക് നേരം വൈകിയാലൊക്കെ കുറച്ചൊരു വേഗം ഈ രാവിലെ തന്നെ അല്ലെങ്കിൽ 6 മണി 5:30 മണിയാകുമ്പോൾ പൈസനോ പറഞ്ഞാൽ അന്നേരം ചിലപ്പോൾ ദോശ ചുട്ടെടുക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നേരത്തെ തന്നെ അപ്പോൾ ഇന്ന് വീഡിയോ പിടിച്ചാൽ ഇതുകൊണ്ട് കുറച്ച് നേരം വൈകിക്കണം. അപ്പോൾ നേരം വൈകി നീച്ചും ചെയ്തു, മദ്രസും ഇല്ല കേട്ടാ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നേരം വൈകി വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നീച്ച് വരികയാണ്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ട്യൂഷനും പോകാനുണ്ട്. അപ്പോൾ ചായ ചോദിച്ചു കൂടെ വന്നിക്കണം. അപ്പോൾ കറിയും കൂടെ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അതാ നമ്മൾ അതിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നുകൊണ്ട് വാട്ടിയെടുക്കട്ടെ സോയാബീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാങ്ങൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ മാങ്ങ വേണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ആവശ്യമുള്ളവർക്ക് വന്നാൽ കൊണ്ടുപോവാം. ഇവിടെ അറുത്ത് തരാൻ ആളുണ്ടാവുകയാണെച്ചെങ്കിൽ മാങ്ങ എത്രയും വേണമെങ്കിൽ കൊണ്ടുപോകട്ടാ. പിന്നെ ഇനി നമുക്ക് കുറേ അറക്കാണ്ട്. ഒരു മൂച്ചിമെന്ന് തന്നെയാണ് നമ്മൾ അത്രത്തോളം മാങ്ങ അറുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മുഴുവനായിട്ട് അറുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ എല്ലായിടത്തും കൊടുത്തു, കുറേ കൊടുത്തു. ഇനിയും അറക്കാണ്ട്. മുഴുവനും അറുത്താൽ പിന്നെ കേടുവരില്ലേ. അപ്പോൾ അത് വിചാരിച്ചിക്കാണ്ട് കുറച്ച് അറക്കാതെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് വന്നതിൽ പിന്നെ ഇവിടെ ആളുണ്ടാവുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ അറുത്ത് തരും. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ആളില്ലാഞ്ഞാൽ അത്രയും വലിയ ഏകത്തിലാണ് മൂച്ചി. അതന്നെ 2 കോണി വെച്ച് ചുട്ടി ഇങ്ങനെ കയറ് വെച്ച് കെട്ടിക്കാണ്ടാണ് മേലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ നമ്മളപ്പച്ചി. അപ്പോൾ അറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ മാങ്ങ ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോവാം. അപ്പോൾ മാങ്ങൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മാങ്ങ ഇല്ലാത്തവർക്കൊക്കെ വലിയ ഇഷ്ടമായി. കാരണം പിന്നെ നമുക്കിപ്പോൾ ഉണ്ടാവുന്നവർക്ക് പിന്നെ അത്ര ഇഷ്ടമില്ലല്ലോ. അപ്പോൾ നമ്മൾ മാങ്ങ ആയാലും ചെരങ്ങ ആയാലും നമ്മൾക്ക് നമ്മളിവിടെ എന്താ ഉള്ളത് അത് തോനുണ്ടെങ്കിൽ എല്ലാവർക്കും എത്തിക്കുക, എല്ലാവരും വീട്ടിലും എത്തിച്ച് കൊടുക്കുക. അത് നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്താ നമ്മൾ ഋതുമോന് ചായ കുടിച്ചാനൊക്കെ വന്നിട്ടുണ്ട്. ട്യൂഷന് പോകാനും പച്ചവെള്ളമാണ് കേട്ടോ. ചായ കുടിച്ചില്ല, പച്ചവെള്ളമാണ്. സോയാബീൻ കറിയും എടുത്ത് കൊടുക്കട്ടെ. ഇതിനിടയിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ പണിയും കൂടെ കഴിഞ്ഞിട്ട് മുറ്റടിച്ചണം, നമ്മളെ ചായയുടെയും കൂടെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ ചായ അടിച്ചാൽ ഇരിക്കുകയാണ്. ഋതുമോൻ്റെ കൂടി കഴിഞ്ഞു. റിനുമോള് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ നീ അതൊക്കെ നിർത്തിയിട്ട് അങ്ങനെ വന്നുകാണ് കുടിച്ചു. പിന്നെ നമ്മളപ്പച്ചി പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ടുള്ളൂ. ഇവിടെ എത്തിക്കണം, തിരൂർ എത്തിക്കണം. അപ്പോൾ ചായ കുടിച്ചിന സമയമൊന്നും എത്തൂല. അന്ന് വന്നിട്ടാണ് പിന്നെ മാങ്ങ അറക്കണ വീഡിയോ ഒക്കെ മാങ്ങ അറുത്തൊക്കെ ഉണ്ട് കേട്ടാ. ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മളിനി പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കണം. ഇന്ന് നമ്മൾ പിന്നെ അൽമണി കുടുക്കിയിലാണ് നമ്മളെ മൺചട്ടി പൊട്ടിയതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ചോറ് വെക്കാൻ വയ്യ. അതുകൊണ്ട് പിന്നെ അതിൽ വെച്ചിട്ടില്ല, അൽമണി കുടുക്കി തന്നെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഏതായാലും ഞാനത് അടച്ചിക്കണു. അപ്പോൾ അതാ നമ്മൾ മുറ്റടിച്ചാനൊക്കെ കണ്ട് ഇറങ്ങുകയാണ്. മണ്ണിൻ്റെ ചട്ടി ഉണ്ടല്ലോ. അപ്പോൾ ആരോ കമൻറ്റിൽ പറഞ്ഞിരുന്നു പിന്നെ മണ്ണിൻ്റെ ചട്ടിയിൽ എന്താണ് ശർക്കര ഉരുക്കിക്കാണ്ട് വെള്ളാറങ്കല്ലിൽ പൊടിച്ചിക്കാണ്ട് തേച്ചാൽ പിന്നെ അടയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താവുമെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അത് ചെയ്തിട്ട് നന്നാവുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ കുടുക്കനെ ഉപയോഗിക്കാം. നല്ലൊരു കുടുക്കയായിരുന്നു, നല്ല കട്ടിയൊക്കെ ഉള്ളൊരു മണ്ണിൻ്റെ ചട്ടിയായിരുന്നു.
അപ്പോൾ അതിൽ ചോറ് വെക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഈ അൽമണി കുടുക്കിൽ നമ്മൾ കുറേ തേച്ച് ഇങ്ങനെ കേൾക്കണ്ട. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് മണ്ണിൻ്റെതാവുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ കരിയൊക്കെ വേഗം പോയി കിട്ടും. മണ്ണിൻ്റെ ചട്ടിയിലാണ് നമുക്ക് ചോറൊക്കെ വെക്കാൻ നല്ലത്. ഇങ്ങനെ അടുപ്പുമ്പോൾ പിടിപ്പിക്കണവർക്ക്, ഗ്യാസുമ്പോൾ വെക്കണവർക്ക് പിന്നെ കുക്കറ്, റൈസ് കുക്കറ് അങ്ങനെയൊക്കെ തന്നെ അല്ലേ, അതിലൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് തേച്ച് കേൾക്കാൻ കുറച്ച് പണിയാണ്. അൽമണി കുടുക്കാകുമ്പോൾ അടുപ്പത്ത് വെക്കാനും ഭയങ്കര മടിയാണ്. ഏതായാലും അതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അടച്ചിക്കണോ ഇനി അത് നന്നാവോ നോക്കണം. നന്നാവുകയാണെച്ചെങ്കിൽ ഞാൻ അതിൽ തന്നെ എന്താ അറിയില്ല നോക്കണം. അപ്പോൾ അതാ നമ്മളിനി ഉച്ചയ്ക്കുള്ള ചോറുക്കുള്ള കൂട്ടാനിട്ടാ കൈപ്പങ്ങ പൊരിച്ചതും പിന്നെ നല്ല എന്താ പറയുക കോവക്കല്ലേ, കോവക്കക്കറിയാണ് കേട്ടോ. പിന്നെ കോവക്കക്കറി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കിട്ടില്ല, അതൊന്ന് കണ്ടു നോക്കി നിങ്ങളെ ഈ വീഡിയോയിൽ എങ്ങനെ കോവക്കക്കറി ഉണ്ടാക്കണതെന്ന്. അപ്പോൾ കൈപ്പങ്ങയൊക്കെ ഒന്നാണ്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക വട്ടത്തിൽ. വലിയ പിന്നെ മൂപ്പായിട്ടില്ലേ, കുരുവൊന്നും അങ്ങനെ മൂത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ വട്ടത്തിൽ തന്നെ അരിയാൻ. അതിൻ്റെ ഉള്ളിലത്തെ പിന്നെ കയമ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒഴിവാക്കണ്ട. അപ്പോൾ കൈപ്പങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ അത് കോവക്ക അറുത്ത് വെച്ചിട്ടുണ്ട്, അത് നല്ലോണം കഴുകണം. അതും കൂടെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ. അപ്പോൾ അത് കോവക്ക അരിയണത് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ നീളത്തിൽ കട്ടില്ലാതെ ഒരു 2 കഷ്ണം 3 കഷ്ണം അങ്ങനെ, വലിയത് 3 കഷ്ണം ആക്കുന്നുണ്ട്, ചെറുത് 2 കഷ്ണം അങ്ങനെ നടു കീറിക്കാണ്ട് അങ്ങനെ ഇട്ടുകാണ്ട് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിക്ക് മാങ്ങയാണ് കേട്ടോ. കോവയ്ക്കും മാങ്ങയും ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി കാണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഒക്കെ വെന്തതിന് ശേഷം തേങ്ങ അരച്ച് കാണ്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ അതായത് ഒരു കോമാങ്ങ അറുത്തിട്ട് പിന്നെ അതൊന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഞാൻ ഇങ്ങനെ നമുക്കിവിടെ നമ്മളെ അടുക്കള ഭാഗത്ത് തന്നെ കോവക്ക ഉണ്ടായിട്ടുണ്ടല്ലോ, കോവയ്ക്ക് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് എടുക്കാൻ മാത്രം നമുക്ക് പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഏതായാലും നമ്മളെ മുറ്റത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ പോവും, മഴക്കാലമായ അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വേനലാകുമ്പോൾ നമ്മളിങ്ങനെ നനച്ചെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് ആ പച്ചക്കറി പുഴുക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കിട്ടല്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാ സാധനം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കണത് എങ്ങനെ നോക്കിക്കോളി. പിന്നെ എന്താണെന്നോ, ഇത് കോവക്ക ആദ്യം ഇട്ടെടുത്തു, പിന്നെ മാങ്ങ, വലിയുള്ളി ഒരു ചെറിയ കഷ്ണം, നന്നാ വലിയതല്ല കുറച്ച് വലുപ്പമുള്ളത്, പിന്നെ പച്ചമുളക് ഇഞ്ചി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞേക്കുക ഇട്ടെടുത്തുക. എന്നിട്ട് പിന്നെ മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. അപ്പോൾ ഇതിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ചുകാണ്ട് ഒന്നിങ്ങനെ കൈ വെച്ചൊന്ന് തിരുമ്പി ഇങ്ങനെ എടുക്കുക. നല്ലോണം ഉടയണ രീതിയിലല്ല, ഒന്ന് ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ചേരുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ പാർന്നിട്ട് തീ വെക്കുക. അത്രേ ഉള്ളൂ. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ അധികം ഇവിടെ തേങ്ങ അരക്കാത്ത കറികളെല്ലാം ഉണ്ടാക്കല് എപ്പോഴെങ്കിലൊക്കെ. പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുക്കണം. പിന്നെ കോവക്ക കറി, ആ മാങ്ങൻ്റെ പുളിയും കോവക്കയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമുണ്ട്. കോവക്ക നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ അരക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് പിന്നെ എന്താണ് കറി തേങ്ങയൊക്കെ അരച്ച് പറഞ്ഞ രസം ഒന്ന് തൂമ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതാ ചിരണ്ടിയെടുത്ത് കുറച്ച് ചെറിയ ജീരകം ഇട്ടെടുത്തു. പിന്നെ ചുവന്നുള്ളിയും കൂടെ ഇട്ടെടുത്തുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ പാർന്നുണ്ട് അരച്ചും കൊണ്ട് എടുത്തുകൊണ്ട് അതും കൂടെ എനിക്ക് പാർന്നെടുക്കാം. അപ്പോൾ കോവക്ക ആകുമ്പോൾ തന്നെ നല്ല വേവില്ലല്ലോ, വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമുക്ക് തേങ്ങ അധികം പാർന്നെടുക്കണം. കുറേ നേരം ഇങ്ങനെ വേവിച്ചിങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ ഒന്നായിട്ട് കുഴമ്പായി ഇരിക്കും കറി. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ പാർന്നെടുക്കുക. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെ വീഡിയോനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമൊക്കെ ഒന്നുണ്ട് പറയും. നമ്മൾ കറി വെക്കണമൊക്കെ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരിക. നിങ്ങളൊക്കെ ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഒന്നുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കതിലുള്ള മാറ്റങ്ങളൊക്കെ ഒന്നുകൊണ്ട് വരുത്താമല്ലോ. പിന്നെ ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്താലാണ് യൂട്യൂബ് എല്ലാവരും മുന്നേക്ക് എത്തിച്ചേരുക. അപ്പോഴേ നമ്മളെ വീഡിയോ കയറുള്ളൂ അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കൈപ്പങ്ങിയും കൂടെ ഒന്നുണ്ട് പൊരിച്ചെടുക്കട്ടെ. ഇതിന് കുറച്ച് മുളകും പൊടി ഉപ്പും കൂടെ ഇട്ടുകാണ് ഒന്ന് തേച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് എണ്ണയിലാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുക. കുറേ എണ്ണ അങ്ങനെ ഒഴിച്ചുകാണ്ട് അങ്ങനെ എടുക്കണില്ല, കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക.
അപ്പോൾ നമുക്ക് ഇനി നമ്മളെ കോഴിക്കളൊക്കെ ഒന്നാണ്ട് വിടട്ടെ, തിന്നാൻ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കോഴിക്കളുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ മാതിരി കോഴിക്കളൊന്നുമില്ല, കോഴിക്കളൊക്കെ കുറച്ച് കുറഞ്ഞേക്കണം. ഒക്കെ പോക്കാൻ ജന്തുക്കളൊക്കെ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞേക്കണം. മുട്ട കിട്ടല് കുറവ്. ഇത് കൂട്ടാൻ വെച്ച മധുരച്ചക്ക കയറാം, കുറച്ച് ചതച്ചതും. അങ്ങനെ ഇതിൻ്റെ ഒരു രസം, നല്ല രസം. ഇത് നമ്മളെ കോവക്ക കറി കേട്ടോ. അപ്പം നമ്മളെപ്പച്ചി വന്ന് കിടന്നുറങ്ങിയൊക്കെ നീച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൻ വേണ്ടിയിട്ട് നീച്ചിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് അറക്കാൻ പോകേണ്ടത്. ഇനി ഈ വീഡിയോ നമ്മൾ ഇടാൻ വൈകിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെപ്പച്ചി ചോറൊക്കെ വിളമ്പി പിന്നെ പാത്രത്തിൽ എടുത്ത് തിന്നുകയാണ്. ഒറ്റയ്ക്ക് തന്നെ വിളമ്പോട്ടാ, ചോറ് വെച്ചിട്ടേന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഏതായാലും ചോറൊക്കെ വെച്ചിട്ട് ഇനി മാങ്ങ അറക്കാൻ പോകണം. കറി വേണ്ടേ? വാങ്ങപ്പെടുന്നേ എഴുന്നൂറ്റി വാങ്ങാം. വൈകുന്നേരം പോവാം. അപ്പോൾ അതാ ചോറയൊക്കെ കഴിഞ്ഞിക്കാണ്ട് മാങ്ങ അറക്കാൻ പോയി മാങ്ങയൊക്കെ അറുത്ത് കൊടുന്ന് കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.